ഹലോ എവ്രി വൺ. നമ്മളൊരു ജോബ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി കുറച്ച് ഫ്രീക്വൻ്റ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കും പോവുക. എന്നാലും ചില അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ അവർ നമ്മളോട് ചോദിച്ചേക്കാം. അത്തരം ക്വസ്റ്റ്യൻസിനെ കർവ് ബോൾ എന്നാണ് വിളിക്കുക. ഉദാഹരണത്തിന് ഒരു പെൺകുട്ടിയാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ ആ കുട്ടിയോട് ചിലപ്പോൾ വാട്ട് വുഡ് യു ഡു ഇഫ് യുവർ ഹസ്ബൻഡ് ടോൾഡ് യു ടു ക്വിറ്റ് ദ ജോബ്. ഹസ്ബൻഡ് നിന്നോട് ആ ജോലി ഒഴിവാക്കാൻ പറഞ്ഞാൽ നീ എന്ത് ചെയ്യും എന്ന ചോദ്യം ആ കുട്ടി ചിലപ്പോൾ ഒരിക്കൽ പോലും പ്രതീക്ഷ ഉണ്ടാവില്ല ഇങ്ങനെ ചോദിക്കുമെന്ന്. അപ്പോൾ പെട്ടെന്ന് എന്ത് പറയും, എന്താ ഇപ്പോൾ പറയാം എന്നുള്ളൊരു സ്റ്റെക്ക് അവിടെ വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പോകുന്നത് നന്നായിരിക്കും എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അദ്ദേഹം ആ ചോദിച്ചതിൻ്റെ ഉദ്ദേശം ആ കുട്ടിയുടെ ഡിസിഷൻ മേക്കിംഗ് അബിലിറ്റീസ്, കുട്ടിക്ക് തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ടോ എന്നുള്ളത്. രണ്ടാമത്തത് ആ കുട്ടിയുടെ കമ്മിറ്റ്മെൻറ്റ് ടു കരിയർ, ആ കുട്ടിക്ക് ജോലിയോട് എത്ര കുട്ടി കമ്മിറ്റഡ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ്, ആ കുട്ടിയുടെ സ്വാതന്ത്ര്യം, അല്ലേ, സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം, ഇതൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു ആൻസർ പ്രിപ്പയർ ചെയ്ത് പോകുന്നത് നന്നായിരിക്കും. ഇപ്പോൾ ഞാനൊരു സാമ്പിൾ ആൻസർ ഞാൻ ഇവിടെ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടോ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്. വെൽ സർ, ഐ എം ഡീപ്ലി കമ്മിറ്റഡ് ടു മൈ കരിയർ ആൻഡ് ഐ ടേക്ക് മൈ പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റീസ് വെരി സീരിയസ്ലി. If my husband were to suggest something like that, I would first have an open conversation to understand his concerns and explain how important my career is to me. Ultimately, I make my own decisions regarding my work and I believe in balancing both the personal and the professional aspects of life. I am confident I could manage the situation without compromising my dedication to my career. That's the answer. Thank you very much for watching.